ഹായ്, ഏവർക്കും സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മള് ഇപ്പൊ അഭിമുഖീകരിക്കാൻ പോകുന്ന പരീക്ഷകളിൽ 13 മാർക്കിനാണ് മലയാളം അല്ലെ. ഡിഗ്രി മെയിൻസിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് 13 മാർക്കാണ് മലയാളം മാർക്ക്. പക്ഷേ ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതില് സിലബസ് മാറ്റമില്ല. സിലബസ് പഴയ സിലബസ് തന്നെയാണ്. പക്ഷെ നമ്മുടെ മാർക്കിംഗ് സ്കീമിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. അതായത് 10 എന്നുള്ളത് 13 മാർക്കായിട്ട് ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, ജലം പര്യായ പദമായി വരുന്നത് ഏതാണ്? നീരജം, മരന്തം, അമ്പുതം, അപ്പ്. അപ്പൊ ജലം പര്യായമായി വരുന്നത് നോക്കിയേ, നമുക്ക് നീരജം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നീരജം എന്താണ്? താമരയാണ് അല്ലെ. നീരജം താമര നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നീരജം താമരയാണെന്ന്. അതുപോലെ മരന്തം എന്താണ്? തേൻ. മകരന്തം, മരന്തം, മധു ഒക്കെ തേനാണ്. അമ്പുതമോ? അമ്പുതം മേഘമാണ്. അമ്പുതം മേഘം. അപ്പാണെന്ത്? ജലം. അപ്പ് ജലമാണ്. അപ്പ് എന്ന് പറഞ്ഞാൽ ജലമാണ്. വാരി ജലമാണ്. തോയം അതുപോലെ സലിലം. സലിലം. വാരി, തോയം, സലിലം, ഉദകം, പ്രാണദം. പ്രാണദം. പ്രാണദം ഒക്കെ വെള്ളത്തിന്റെ പര്യായമാണ് അല്ലെ. അമ്പു. അമ്പു ഒക്കെ എന്താണ്? ജലം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി അപ്പ്. കണ്ടു പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? കണ്ടു ആണോ? കൺതു ആണോ? കൺ ഇണ്ടു ആണോ? കൺ പ്ലസ് തൂ ആണ് കണ്ടു. കൺ പ്ലസ് തൂ കണ്ടു. കൺ പ്ലസ് തൂ കണ്ടു. കൺ പ്ലസ് തൂ കണ്ടു. കണ്ടു. കൺ തൂ ആണ് കണ്ടു. കൺ തൂ കണ്ടു. പുല്ലിംഗ സ്ത്രീലിംഗ ഇത് എന്ത് സന്ധിയാണെന്നെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോണേ, ആദേശസന്ധിയാണ്. ആദേശസന്ധിയാണ്. കണ്ടു കണ്ടു. പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയിൽ തെറ്റായത് ഏതാ? പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയിൽ തെറ്റായത് യാചകൻ യാചകി തന്നെ. ലേഖകൻ ലേഖകയല്ല, ലേഖിക ആണ്. സാക്ഷിയാണെങ്കിൽ സാക്ഷിണി. കാഥികനാണെങ്കിലോ കാഥികയാണ്. കഥ പറയുന്നവനെയാണ് എന്തു പറയുന്നത്? കാഥികൻ. കഥ പറയുന്നവൻ. കാഥിക എന്താണ്? കഥ പറയുന്നവൾ. കാഥികൻ കഥ പറയുന്നവൻ. കാഥിക കഥ പറയുന്നവൾ. കഥ പറയുന്നവളാണ് കാഥിക. ഇനി നോക്കണേ, കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാ? നക്ഷത്രം എണ്ണിക്കുക, കാടുകയറുക, ഉമ്മാക്കി കാട്ടുക, കണ്ണിൽ മണ്ണിടുക. എന്താണ് കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തില്? നക്ഷത്രം എണ്ണിക്കുക. നമ്മൾ പറയില്ലേ, അവളെ അവിടെ ഇട്ട് നക്ഷത്രം എണ്ണിച്ചു, കഷ്ടപ്പെടുത്തി. ഇനി പറയും കാട് കയറുക. നമ്മള് ആവശ്യമില്ലാത്തടത്തോ അത്രയും ചിന്തിച്ചു കൂട്ടുന്നതിനെയാണ് വെറുതെ എന്താണ് ആവശ്യമില്ലാത്ത ഇടത്ത് കയറി ചിന്തിക്കുന്നതിനെയാണ് കാട് കയറി ചിന്തിക്കുക എന്ന് പറയുന്നത്. ഇനി ഉമ്മാക്കി കാട്ടുക. ഉമ്മാക്കി കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ ഇല്ലാത്തതിന് ഉണ്ടെന്ന് പറയുക. യഥാർത്ഥമായ ഒന്നിനെ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിനെയാണ് ഉമ്മാക്കി കാട്ടുക എന്ന് പറയുന്നത്. ഇനി കണ്ണിൽ മണ്ണിടുക എന്താണ്? പറ്റിക്കുക എന്നുള്ള അർത്ഥമാണ്. കണ്ണിൽ മണ്ണിട്ടു, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കണ്ണിൽ മണ്ണിടാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വെറുതെ പറ്റിക്കരുത് എന്നുള്ള അർത്ഥം. ഇനി അധികം കാലമാണ് അക്കാലം. ഇനി അകാലം എന്നൊരു പദമുണ്ട്. കാലം തികയാതെ അകാല ചരമം പ്രാപിച്ചു എന്നൊക്കെ പറയുമല്ലേ. പക്ഷേ അത് നമുക്ക് ആ കാലം എന്ന് ചൂണ്ടിക്കാണിച്ചല്ല പറയുന്നത്. കാലം എത്തിയത് എന്നതിന്റെ വിപരീതമായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. വിപരീതാർത്ഥത്തില് അകാലം എന്ന്. അതേസമയം ചുട്ടെഴുത്ത അക്ഷരങ്ങളായ ഈ ഇവ ഉപയോഗിച്ച് അക്കാലം എന്നും ഇക്കാലം എന്നും എക്കാലം എന്നും പറയും. ഇനി കാലത്തിന്റെ നേരെ വിപരീതമായി അകാലം എന്ന് നമുക്ക് പറയാം. കാലം തെറ്റിയുള്ളത് എന്നുള്ള അർത്ഥത്തിന്. അപ്പൊ ഇവിടെ കാലം അക്കാലം. പൂർവ്വപദത്തിന് അർത്ഥം വരുന്നത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അപ്പം ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ ചുട്ടെഴുത്തായ വെച്ചിട്ട് ചൂണ്ടുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ പല ഉദ്യോഗാർത്ഥികൾക്കും ഡൗട്ട് ഉണ്ടാവും, അകാലം എന്ന പദമുണ്ടല്ലോ, അത് പിരിക്കുന്നതും അധികം കാലമല്ലേ എന്ന്. പക്ഷെ പൂർവ്വപദത്തിൽ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള അർത്ഥം മാത്രമാണ് ഇവിടെ ശരിയാകുന്നത്.
തെറ്റായ വാക്യം ഏതാ? ഞാൻ ക്ലാസ്സിൽ ചേർന്നതിന് കാരണം അറിയാനുള്ള ആഗ്രഹമാണ്. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിന് കാരണം അറിയാനുള്ള ജിജ്ഞാസ തെറ്റ്. അറിയാനുള്ള ജിജ്ഞാസയല്ല, പിന്നെ ജിജ്ഞാസ എന്ന് മതി. ഞാൻ ക്ലാസ്സിൽ ചേർന്നത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിന് കാരണം ജിജ്ഞാസയാണ്. അതൊക്കെ ആവാം. പക്ഷേ അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റ പദം ജിജ്ഞാസയായതുകൊണ്ട് രണ്ടും കൂടി അവിടെ വേണ്ട. കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവൻ എന്നതിന്റെ ഒറ്റ പദമാണ് ആ ജാനുബാഹു. എന്താണ്? ആ ജാനുബാഹു. ജാനുവരെ ബാഹുക്കൾക്ക് നീളമുള്ളവനാണ് ആ ജാനുബാഹു. ജാനു കാൽമുട്ട, ബാഹു കൈ, അങ്ങനെ കാൽമുട്ടുവരെ കൈകൾക്ക് നീളമുള്ളവൻ ആ ജാനുബാഹു. ഇനി നിന്ദ്യം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? നിന്ദ്യം. നിന്ദ്യം നിന്ദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിന്ദ്യം എന്ന് പറഞ്ഞാൽ വളരെ നിന്ദിക്കപ്പെടേണ്ടത്, ഏറെ നിന്ദിക്കപ്പെടേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് എന്തു പറയുന്നത്? നിന്ദ്യം. നിന്ദ്യം അല്ലെ? പിന്നെ നിന്ദ്യം എന്ന വാക്കിന് നമുക്ക് നേരെ വിപരീതമായിട്ട് ശ്ലാഘ്യം പറയാം. ശ്ലാഘ്യം എന്ന് പറഞ്ഞാലേ പിന്നെ ശ്ലാഘിക്കപ്പെടേണ്ടത്, ശ്ലാഘനീയമായിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്ലാഘ്യത്തിന് നമുക്ക് ഗർഹ്യവും പറയാം. ഗർഹ്യം എന്ന് അപ്പൊ എന്തെങ്കിലും ഓപ്ഷൻസ് ഏതെങ്കിലും രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ കാണുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതിനെയാണ് നമ്മൾ ശ്ലാഘ്യം അഗർഹ്യമെന്നോ അല്ലെങ്കിൽ ശ്ലാഘ്യത്തിന് നമുക്ക് നിന്ദ്യമെന്നോ പറയാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോ യെസ്. ഇനി നോക്കിക്കേ, അടുത്തത് കണ്ണിലുണ്ണി എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വിവർത്തനം. കണ്ണിലുണ്ണി നോക്കിക്കേ, എ മോൾ ഓഫ് ദ ഐ, എ ഡോട്ട് ഓഫ് ദ ഐ, ആപ്പിൾ ഓഫ് ദ ഐ, എ സ്മോൾ പോയിന്റ് ഓഫ് ഐ. ആപ്പിൾ ഓഫ് ദ ഐ, കണ്ണിലുണ്ണി. അതേസമയം നമ്മളിങ്ങനെ പറയും എ ബി ഇൻ എ ബോണറ്റ്, ഒഴിയാബാധ. എ ബി ഈസ് വൺസ് ബോണറ്റ്. അങ്ങനെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എ ബി ഈസ് വൺസ് ബോണറ്റ്. അതായത് പിന്നെ ഒഴിയാബാധ എന്നാണ് പറയുന്നത്. കണ്ണിലെ കരട് പോലെ നമ്മൾ ഒഴിപ്പിച്ചു വിടാൻ ശ്രമിച്ചാലും ഒഴിഞ്ഞു പോകാത്ത ഒഴിയാബാധകളെയാണ് എന്ത് പറയുന്നത്? ബി ഈസ് വൺസ് ബോണറ്റ്. ബട്ട് ആപ്പിൾ ഓഫ് ദ ഐ, നിങ്ങളൊക്കെ പഠിച്ചിരുന്നപ്പോൾ നിങ്ങൾ ടീച്ചറിന്റെ കണ്ണിലുണ്ണി ആയിരുന്നു എങ്കിൽ നിങ്ങൾ അവിടെ ആപ്പിൾ ഓഫ് ദ ഐ എന്ന് കമന്റ് ചെയ്യണം. വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾ ക്ലാസ്സിലെ നിങ്ങൾ ക്ലാസ്സിൽ കലാപരമായി എന്തെങ്കിലും കഴിവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ നാലാൾ അറിയുമോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറിന്റെ കണ്ണിലുണ്ണിയായിരിക്കും. അപ്പം നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് എന്ത് കമന്റ് ചെയ്യണം? ആപ്പിൾ ഓഫ് ദ ഐ എന്ന് കമന്റ് ചെയ്യണം. ഇനി നമ്മളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ്, ഞാനൊക്കെ ബാക്ക് ബെഞ്ചറായിരുന്നു. ടീച്ചറിന്റെ കണ്ണിലെ കരടൊന്നും ആയിരുന്നില്ല, പക്ഷെ ടീച്ചറിന്റെ പെറ്റൊന്നും ആയിരുന്നില്ല. അങ്ങനെ വന്നതറിയാതെ ഇരുന്നതറിയാതെ എണീറ്റ് പോകുന്നതറിയാതെ ഒരു ജന്മം അങ്ങനെ ക്ലാസ്സിലുണ്ടായിരുന്നു. പക്ഷെ പഠിക്കാനുള്ളതൊക്കെ സൈലന്റ് ആയിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് ഒഴിയാബാധയൊന്നും ആയിരുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നും കമന്റ് ചെയ്യണമെന്നില്ല. കാരണം നിങ്ങളെ ഒരു ഒഴിയാബാധയായിട്ടൊന്നും ഞാൻ കാണൂല. ബി ഈസ് വൺസ് ബോണറ്റ് നിങ്ങൾ കമന്റ് ചെയ്യണ്ട. നിങ്ങൾ ആപ്പിൾ ഓഫ് ദ ഐ ആയിരുന്നുവെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ അടിയിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് മറക്കൂല. ആപ്പിൾ ഓഫ് ദ ഐ, കണ്ണിലുണ്ണി അല്ലെ? ചില പ്രത്യേക ടീച്ചർക്ക് മാത്രം കണ്ണിലുണ്ണിയായിരിക്കും. ആ വിഷയം മാത്രം നമ്മൾ നന്നായിട്ട് പഠിക്കും. ഇനി എരുതിയിൽ എണ്ണ ഒഴിക്കുക, അതങ്ങനെ തന്നെയാണ്. മാത്സ് ടീച്ചർ ആകെ ദേഷ്യം കൊണ്ടിരിക്കും. ആ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ബുക്ക് എടുത്തോണ്ട് ചെന്നിട്ട് പറയും, ടീച്ചർ കുറെ കുട്ടികൾ ഹോംവർക്ക് ചെയ്തിട്ടില്ല. അതിനെയാണ് നമ്മൾ പറയുന്നത് ടു ആഡ് ഫ്യൂൽ ടു ദ ഫയർ. കുറെ എണ്ണത്തിന് അതൊരു ജോലിയാണ്. ടു ആഡ് ഫ്യൂൽ ടു ദ ഫ്ലെയിം എന്നാണ് ഇതിൽ കിടക്കുന്നത്. അല്ല, ആഡ് ഫ്യൂൽ ടു ദ ഫയർ ആണ് വരേണ്ടത്. ആഡ് ഫ്ലെയിം ടു ദ ഫ്യൂൽ അല്ല, ഓയിൽ ടു ആഡ് അല്ല, ആഡ് ഓയിൽ ടു ദ അല്ല. ടു ആഡ് ഫ്യൂൽ ടു ദ ഫ്ലെയിം തെറ്റാണെന്ന് ഇപ്പൊ വന്നു അല്ലേ? ടു ആഡ്, നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ടു ആഡ് ഫ്യൂൽ ടു ദ ഫയർ ആണ് ശരി. PSC ഇങ്ങനെയാണ്, ഓരോ പരീക്ഷയ്ക്ക് ഓരോ സീസണബിൾ ആൻസർ ആണ്. ശരിക്കും ടു ആഡ് ഫ്യൂൽ ടു ദ ഫ്ലെയിം ആണ് ഈ പരീക്ഷയുടെ ആൻസർ ആയിട്ട് PSC എടുത്തതെങ്കിലും ആക്ച്വലി വരേണ്ടത് ടു ആഡ് ഫ്യൂൽ ടു ദ ഫയർ ആണ്. അവർ പിന്നെ പറ്റിക്കുവേ. ഓക്കെ, ഇനി നോക്കണേ. വികലമല്ലാത്ത പ്രയോഗം കണ്ടെത്തുക. അനുസരണശീലമില്ലാത്ത ഗോപാലന്റെ മകൻ. അനുസരണശീലമില്ലാത്ത ഗോപാലന്റെ മകൻ.
അതെന്താണ്, അതെനിക്ക് മനസ്സിലാകുന്നില്ല. അനുസരണശീലമില്ലാത്ത ഗോപാലന്റെ മകനോ? ഇവിടെ ഗോപാലനാണോ അനുസരണ ഇല്ലാത്തത്, അതോ മോനാണോ അനുസരണ ഇല്ലാത്തത്? അനുസരണം ശീലമില്ലാത്ത ഗോപാലന്റെ മകൻ, അത് ഭയങ്കര തെറ്റ്, മൊട്ടത്തെറ്റ്. ഗോപാലന്റെ അനുസരണശീലമില്ലാത്ത മകൻ, അത് കറക്റ്റ്. ഗോപാലൻ ഓക്കെയാണ്. ഗോപാലന്റെ മോനാണ് പ്രശ്നക്കാരൻ. ഗോപാലന്റെ അനുസരണം ശീലമില്ലാത്ത മകനും അല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാലോ? വെൺ പ്ലസ് നീറ്, ആദേശ സന്ധി. ഞാ പോയി നാ വരും, ചേർത്ത് എഴുതുമ്പോ എന്താവും? ആദേശ സന്ധിയാവേ. ആദേശ സന്ധിയാണേ. വെൺ പ്ലസ് നീറ്, വെണ്ണീർ. നാ പോയി നാ വന്നു, നാ പോയിട്ട് നാ വരികയാണ് അവിടെ ചെയ്തത്. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ, ഒറ്റപ്പദം എന്താണ് ഇവിടെ? ഉയർച്ച ആഗ്രഹിക്കുന്നവൻ തിതീർഷു, ഉൽപ്പതിഷ്ണു, ക്രാന്തദർശി, ഹന്തവ. ആക്ച്വലി ഈ ചോദ്യം തെറ്റാണേ. കാരണം എന്താണെന്നറിയോ? ഉയർച്ച ആഗ്രഹിക്കുന്നവനെ ഉത്കർഷേച്ചു എന്ന് പറയണം. എന്താണ്? ഉത്കർഷേച്ചു ആണ്. ഉത്കർഷേച്ചു, ഉത്കർഷേച്ചു റൈറ്റ് ആൻസർ ആണ്. പക്ഷെ ഇവിടെ ഉൽപ്പതിഷ്ണു ആണ് ഇട്ടിരിക്കുന്നത്. സോ ഉള്ളതിൽ നിന്നും നല്ലതൊരെണ്ണം എടുക്കാം, ഉൽപ്പതിഷ്ണു. അതായത് മാറ്റങ്ങളെ അംഗീകരിക്കുന്നവൻ, കാലാനുസൃതമായി സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ നേർക്ക് കണ്ണടയ്ക്കാത്തവൻ, അങ്ങനെയുള്ളവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉൽപ്പതിഷ്ണു. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ആക്ച്വലി എന്താണ്? ഉത്കർഷിച്ചു ആണ്. പിന്നെ ക്വസ്റ്റ്യനിലുള്ളതില് ബെറ്റർ വൺ ഇതാണ്. ഹന്താവ് എന്ന് പറഞ്ഞാൽ കൊല്ലുന്നവൻ, ഹനിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. തിതീർഷു കടക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് നടന്നു പോകാൻ അല്ലെങ്കിൽ കടന്നു പോകാനൊക്കെ ആഗ്രഹിക്കുന്നവനെയാണ് നമ്മൾ എന്തു പറയുന്നത്? പിന്നെ എന്താ തിതീർഷു എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോണേ, എന്താണ് ക്രാന്തദർശി? ക്രാന്തദർശി എന്ന് പറഞ്ഞാലേ കാര്യങ്ങളെയൊക്കെ മുൻകൂട്ടി ഗ്രഹിക്കാൻ കഴിവുള്ളവൻ. നമ്മള് മറ്റേ വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിലുണ്ട്, വാക്കുകൾ കൂട്ടി ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിവുള്ളതാണ് ദൈവവും ഈ ചെറിയ കുഞ്ഞുങ്ങളും ഒക്കെ ഒരുപോലെ എന്ന് മാമ്പഴത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള ആളിനാണ് ക്രാന്തദർശി, ദീർഘദർശി എന്നൊക്കെ പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പരിഭാഷ. ബ്ലൂ ബ്ലഡ് ഉന്നത കുലജാതൻ, എന്താണ് പ്രോസ് ആൻഡ് കോൺസ് അനുകൂല പ്രതികൂലവാദങ്ങൾ, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം, എ റെഡ് ലെറ്റർ ഡേ. അപ്പൊ ഇവിടെ ശരിയായത് ഏതെന്നാണ്. ബട്ട് ഇത് ക്യാൻസലേഷൻ ക്വസ്റ്റ്യനും ആണ് കേട്ടോ. ഇതെന്താണ്? ഒരു ക്യാൻസലേഷൻ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഇതല്ല. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ രേഖാമൂലം അല്ല. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെറ്റും ശരിയും എന്നുള്ള അർത്ഥത്തിലാണ്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തെറ്റേത് ശരിയേത് എന്ന് പറയുന്നതാണ്. സോ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നു ഇതില്. അപ്പൊ നമുക്കത് നോക്കാം. തെറ്റായ വാക്യഭാഗം ഏതാ? വിവാഹ ആഘോഷത്തിന് സദ്യ തയ്യാറാക്കാൻ 1000 തേങ്ങകൾ ആവശ്യമാണ്. ഇവിടെ 1000 തേങ്ങകളാണ് തെറ്റ്. 1000 തേങ്ങ എന്ന് മതി. വിവാഹ ആവശ്യത്തിന് 1000 തേങ്ങ എന്നാണ് പറയേണ്ടത്. 1000 തേങ്ങകൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ജീവനില്ലാത്ത വസ്തുക്കളോടൊപ്പം സംഖ്യ വന്നാൽ ബഹുവചനം ചേർക്കില്ല. ഒറ്റപ്പദം എഴുതുക. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പി പഠിഷു. ജിജ്ഞാസു ആരാണ്? അറിയാൻ ആഗ്രഹിക്കുന്നവൻ. പിപാസുവോ കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ജ്ഞാനമുള്ളവൻ വിജ്ഞാനി. ജ്ഞാനമുള്ളവനാണ് ആര്? വിജ്ഞാനി. ആളി എന്ന വാക്കിന്റെ പര്യായം അല്ലാത്ത പദം. തോഴി, ചേടി, വണ്ട്, സഖി. വണ്ടാണ്. വണ്ട്, അളി, ഭ്രമരം, ഭൃംഗം, ദ്വിരേഹം, മധുപൻ. ഓക്കെ, വണ്ട് എന്നുള്ള അർത്ഥമാണ്. വണ്ട് വണ്ട് വണ്ട്. ഓക്കെ അല്ലേ? ശരിയായ രൂപം ധാർഷ്ട്യക്കാരനാണ്. ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ധാർഷ്ട്യം പിടിവാശി, മുൻകോപം, പിടിവാശിയൊക്കെ വരുന്നതിനാണ് ധാർഷ്ട്യം കാണിക്കുക എന്ന് പറയുന്നത്. ഇവിടം പിരിച്ചെഴുതുമ്പോൾ ഈ പ്ലസ് ഇടം, ഈ അധികം ഇടമാണ് ഇവിടം. ഈ ഇടം ഇവിടം. ഓക്കെ അല്ലേ? ഇനി വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. അഴകുള്ള ചക്കയിൽ ചുളയില്ല. പൊന്നും കുടത്തിന് പൊട്ട് വേണ്ട എന്നുള്ളത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗുഡ് വൈൻ നോ ബുഷ്. ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ്.
ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ്. അല്ലെങ്കിൽ വൈ പെയിന്റ് ലില്ലി, എന്തിനാണ് ലില്ലി ചെടിക്ക് പെയിന്റ് അടിക്കുന്നത്? അങ്ങനെയും ഇംഗ്ലീഷിൽ പറയും വൈ പെയിന്റ് ലില്ലി. അല്ലെങ്കിൽ എന്തു പറയാം, ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ്, ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ്, ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ് എന്നും പറയും. ഓക്കെ. അംഗവും കാണാം താളിയുമൊടിക്കാം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം കണ്ടെത്തുക. ഇതൊരു പഴഞ്ചൊല്ലാണ്, നമ്മൾ പലയിടത്തും പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്. അംഗവും കാണാം താളിയുമൊടിക്കാം. എന്താണ് ഈ അംഗവും കാണാം താളിയൊടിക്കാം? അന്യർക്ക് വേണ്ടി എന്തും ചെയ്യും, തനിക്ക് വേണ്ടി ഒന്നും ചെയ്യുകയില്ല. അതല്ല. ബലവാനിരിക്കെ ദുർബലർ ശക്തി പ്രകടനം നടത്തുക. അതുമല്ല. ആഗ്രഹാനുസരമായ അനുഭവം ഉണ്ടാവുക. അതുമല്ല. രണ്ട് കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക. രണ്ട് കാര്യങ്ങൾ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ അംഗവും കാണാം താളിയോടിക്കാം. പ്രവൃത്തി 1, ഗുണം 2. വിപരീത പദം എഴുതുക. ഹ്രാസം, വികാസം അല്ലെ. ഹ്രാസം എന്ന് പറഞ്ഞാല് സങ്കോചം, അപ്പം വികാസം. ഓക്കെ അല്ലേ? ഇനി നോക്കണേ. സമപ്രാധാന്യമുള്ള 2 വാക്യങ്ങളുടെ നടുവിൽ ചേർക്കുന്ന ചിഹ്നം ഏതാണ്? സമപ്രാധാന്യമുള്ളത് അല്ലെ. ഭിത്തിക, രോധിനി, കാകു, വിക്ഷേപിണി. രോധിനി സമപ്രാധാന്യമുള്ള 2 ഇതിന്റെ അത് സെമിക്കോളൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രോധിനി. ഓക്കെ അല്ലേ? ഇനി നോക്കണേ. വഴി പോകുന്നു. സമാനവാക്യം തിരഞ്ഞെടുത്തെഴുതുക. വഴിക്ക് പോകുന്നു, വഴിയിലൂടെ പോകുന്നു, പോകുന്ന വഴി, വഴികൾ പോകുന്നു, വഴിയിലൂടെ പോകുന്നു, ആ വഴി പോകുന്നു, ഈ വഴി പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആ വഴിയിലൂടെ പോകുന്നു എന്നുള്ള അർത്ഥം തന്നെയാണ്. ഓക്കെ അല്ലേ? യെസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്താണ്? ലജ്ജയുടെ പര്യായമല്ലാത്തത് ക്രതു എന്ന പദമാണ്. വ്രീള, മന്ദാക്ഷം, ത്രപയൊക്കെ എന്താണ്? നാണം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. എന്താണ്? നാണം. വ്രീളാവതി, ലജ്ജാവതി എന്നൊക്കെ പറയുന്നത്. കോഴി എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ലിംഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഇപ്പൊ നമ്മൾ പറയൂലേ പൂവങ്കോഴി, പിടക്കോഴി, അങ്ങനെ പറയില്ലേ? പൂവങ്കോഴി, പിടക്കോഴി. അപ്പൊ നമുക്ക് പൂവൻകോഴിയാണെങ്കിൽ പുല്ലിംഗമാണ്, പിടക്കോഴിയാണെങ്കിൽ സ്ത്രീലിംഗമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിനെ ഉഭയലിംഗം എന്ന് പറയാം. നപുംസകലിംഗം അല്ല. നപുംസകലിംഗം എന്ന് പറഞ്ഞാൽ ആണുമല്ല പെണ്ണുമല്ല. കോഴിയിൽ ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? കോഴി ഒരു നപുംസകലിംഗമാണെന്ന് പറയാനാവില്ല. കോഴി ഒരു ഉഭയലിംഗമാണ്. അതായത് പെണ്ണായിട്ടും ആണായിട്ടും പറയാൻ പറ്റുന്നതിനെയാണ് ഉഭയലിംഗം എന്ന് പറയുന്നത്. ഇപ്പൊ ആന എന്ന് പറഞ്ഞാൽ അത് ഉഭയലിംഗമാണ്. കൊമ്പനാന പുല്ലിംഗം, പിടിയാന സ്ത്രീലിംഗം, വെറും ആന ഉഭയലിംഗം. ആ അർത്ഥത്തിലാണ് വരുന്നത്. ഇനി നോക്കണേ. ശരിയായ പദമേതാ? ചിലവ് തെറ്റാണ്. ചിലവ് എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. എഴുതേണ്ടത് എന്താണ്? ചെലവാണ്. എന്താണ്? ചെലവ്, ചെലവ്. ഓക്കെ അല്ലേ? യെസ്. ചെലവ്. ഇനി സർവസ്വം. സർവസ്വം ഇങ്ങനെ തന്നെയാണ്. നായികയല്ല, നായിക. അസ്തമനോ അല്ല. എന്താണ് നമ്മൾ പറയേണ്ടത്? അസ്തമയമാണ്. എന്താണ്? അസ്തമയം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ നിന്നും ഭക്ഷിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം തിരഞ്ഞെടുത്തെഴുതുക. ഘാതകനല്ല, ഘാതകൻ. യെസ്. ഘാതകൻ, ഭക്ഷിക്കുന്നവൻ അല്ലെ. ഇനി ഘാതകൻ എന്നതോ കൊലയാളിയാണ്. എന്താണ്? കൊലയാളി. ഘാതകൻ ഹത്യ ചെയ്യുന്നവൻ, കൊലയാളി, ഘാതകൻ. ഇനി നോക്കണേ. പിരിച്ചെഴുതുക. വിണ്ടലം, വിൺ പ്ലസ് തലം. നമുക്കറിയാം. സബ്മിഷൻ എന്നതിന്റെ ശരിയായ പരിഭാഷ എന്താണ്? അയക്കുക, ഏൽപ്പിക്കുക, സമർപ്പണം, ചുമതലപ്പെടുത്തുക. സമർപ്പണം, സമർപ്പിക്കുക, സബ്മിറ്റ് ചെയ്യുക. ഓഫീസിലൊക്കെ ഒരു ഫയല് സബ്മിറ്റ് ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? സമർപ്പണം എന്ന അർത്ഥം കൊടുക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ
നദിയുടെ പര്യായ പദം ഏതാ? തടിനിയാണ്. തളിമം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? തളിമം, തീരം എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമേ വരുന്നുള്ളൂ. സൈകതും അത് തന്നെ, തല്ലിനും അത് തന്നെ, നദിയുടെ തീരം. ഇനി വിപരീതം എഴുതുക. ചഞ്ചലം, അചഞ്ചലം, അചഞ്ചലം. അടുത്ത് പിരിച്ചെഴുതുക. ഉണ്മ, ഉൾ പ്ലസ് മായാണ് ഉണ്മ. ഉണ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം. സത്യത്തിനെയാണ് ഉണ്മ എന്ന് പറയുന്നത്. ഉണ്മയോടെ, സത്യത്തോടെ. ശരിയായ പദമേതാ? നിശ്ചയം, നിശ്ചയം. സമാന പദമേതാ? ഇനൻ, കാറ്റ്, തീ, വെയിൽ, സൂര്യൻ. സൂര്യനെയാണ് എന്ത് പറയുന്നത്? ഈനൻ, മാർത്താണ്ഡൻ, ആദിത്യൻ, അർക്കൻ, പകലോൻ ഒക്കെ സൂര്യന്റെ പര്യായം. തെറ്റില്ലാത്ത വാക്യമേത്? തെറ്റേ ഇല്ലാത്ത വാക്യം. നന്ദി രേഖപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു. നന്ദി പറയുന്നു. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ കത്തുകളിൽ ലിഖിത രൂപത്തിലെ നമ്മൾ എന്തെങ്കിലും എഴുത്തു രൂപത്തിൽ എഴുതുന്നിടത്ത് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് എഴുതാം. രേഖാമൂലം പറയുമ്പോഴാണ് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് എഴുതേണ്ടത്. രേഖാമൂലം അല്ലാതെ പറയുമ്പോൾ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് വേണ്ട. നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് വേണ്ട. കാരണം നമ്മളിപ്പം ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തെ നമുക്ക് നന്ദി രേഖപ്പെടുത്തുക എന്ന് വേണ്ടല്ലോ. പ്രസംഗിക്കുന്ന സമയത്ത് അത് ആവശ്യമില്ല രേഖപ്പെടുത്തുക. അവിടെ നന്ദി പറയുന്നു എന്ന് പറയണം. അതേസമയം നമ്മൾ ഒരു ലെറ്റർ രൂപത്തിൽ എഴുതുകയോ ഒരു കുറിപ്പ് കൈമാറുകയോ ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ അങ്ങനെയാണ് നന്ദി രേഖാമൂലം അറിയിക്കുന്നെങ്കിൽ അവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ സാങ്കേതികമായി തെറ്റാണ്. പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ വാചികമായി പറയുമ്പോഴാണ് ഈ പറയുന്നു എന്ന് പറയണ്ടേ. വാചികമായി പറയുമ്പോൾ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൂടാ എന്നേ ഉള്ളൂ. പക്ഷേ ഇത് എങ്ങനെയോ ഇതൊരു ക്വസ്റ്റ്യൻ ആയി. സോ നമ്മളിവിടെ നന്ദി പറയുന്നു ആൻസർ ആക്കുന്നു. അടുത്ത് നോക്കണേ. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? ആയോധന കലയുടെ പരിശീലനം, ആരാധനയുടെ പ്രാധാന്യം, വിളവിന്റെ സമൃദ്ധി, അധ്വാനത്തിന്റെ മഹത്വം. കറക്റ്റ്. ഇതൊരിക്കൽ ചോദിച്ചിരുന്നു. അണ്ണാൻ കുഞ്ഞും തന്നാലായത. എന്താണ്? അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നൊരു ചൊല്ലുണ്ട്. അതായത് ഏറ്റവും നിസാര ജീവിയായ അണ്ണാൻ കുഞ്ഞു പോലും തന്നെ കൊണ്ടാവുന്ന വിധം പ്രവർത്തിക്കും, തന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ അതും ചെയ്യും എന്നുള്ള അർത്ഥം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ആസ് ദ സീഡ് വിത്ത് ഗുണം 10 ഗുണം. വിതച്ചത് കൊയ്യുമല്ല, വിതച്ചതേ കൊയ്യൂ. ആസ് യു സോ യു റീപ്പ. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് ആണ് എന്ത്? വിത്ത് ഗുണം 10 ഗുണം. ഇനി ചേർത്തെഴുതുക. ഈ അധികം അൾ എന്താണ്? ഇവളാണെന്ന് നമുക്കറിയാമല്ലേ. ആഗമസന്ധിയാണ് ഈ അധികം അൾ, ഇവൾ. നമ്മള് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഈ അധികം ഇടം എന്താവും? ഇവിടം. ഈ അധികം ഇടം, ഇവിടം. ആ അധികം ഇടമാണ് എന്താവുന്നത്? അവിടം. ആ അധികം ഇടം, അവിടം. ഓക്കെ. അധികം ഇടമാണെങ്കിൽ എവിടം. എവിടമാണ് നിനക്ക് ഇഷ്ടം എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ. അപ്പൊ ഇടം, എവിടം. ഓക്കെ അല്ലേ. ഇനി നോക്കണേ. നമ്മളിങ്ങനെ പറയൂലേ, എന്താണ്? പിന്നെ അവൾ, അവർ എന്ന് പറയുമ്പോഴാണെങ്കിൽ ആ അധികം അറാണ് എന്ത് വരുന്നത്? അവർ. അപ്പൊ ഇവിടെ പലർക്ക് സംശയമുണ്ട്. ഇതള് വരൂലേ? ഇതൾ എന്നതിനെ നമുക്ക് പിരിക്കാനാവില്ല. അതൊരു ഒറ്റ പദമാണ്. 2 പദങ്ങൾ കൂടി ചേർന്നിരിക്കുന്നതല്ല ഇതൾ. അതേസമയം ഇവൾ എന്ന പദത്തിലാണ് 2 പദങ്ങൾ കൂടി ചേർന്നിട്ടുണ്ട്. ഈ എന്ന് ചുട്ടെഴുത്തക്ഷരം, ഇത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന ചുട്ടക്ഷരമാണ് ഈ. അതുപോലെ അൾ എന്നത് ഏകവചന സ്ത്രീലിംഗ പ്രത്യയമാണ്. അപ്പൊ ചൂണ്ടിക്കാണിക്കുന്നു ഈ. ആര്? അൾ. അതായത് ഏകവചന പ്രത്യയമായി സ്ത്രീലിംഗ പ്രത്യയമായി നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് അൾ. അപ്പൊ ഈ അള്ളാണ് എന്തായി മാറുന്നത്? ഇവൾ. നോക്കണേ. കുളം കോരി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കുളം കോരി ചിലപ്പോഴേക്കും ഇങ്ങനെ പറയില്ലേ, എന്താ? കുടുംബം കുളം കോരി കഴിഞ്ഞു, അല്ലെങ്കിൽ കുടുംബം കുളം കോരി കളഞ്ഞു എന്നൊക്കെ പറയും അല്ലേ. കുടുംബത്തിന് കുളം കോരി കളഞ്ഞു, അതായത് നശിപ്പിക്കുക. മോടി പിടിപ്പിക്കുകയല്ല, അധ്വാനിക്കുകയല്ല, നന്നാക്കുകയല്ല, നശിപ്പിക്കുക
എന്നേക്കുമായി നശിപ്പിക്കുന്നതിനേക്കാണ് എന്ത് പറയുന്നത്? കുളം കോരുക എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതാണ് കുളം കോരുക. ശരിയായ രൂപം ഏതാണ്? അഭ്യസ്തവിദ്യൻ. അഭ്യസ്തവിദ്യൻ എന്ന് പറഞ്ഞാലേ വിദ്യാഭ്യാസം അഭ്യസിച്ചവൻ. വിദ്യ അഭ്യസിച്ചവനെയാണ് എന്ത് പറയുന്നത്? അഭ്യസ്ത. നമ്മൾ 30 ചോദ്യങ്ങൾ ഇപ്പൊ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ 31ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ഇനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സൂര്യൻ. ആദേശസന്ധിക്ക് ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? കണ്ടു അധികം എടുത്തു. കണ്ടു പ്ലസ് എടുത്തു. ഇവിടെയും സ്വരം ഇവിടെയും സ്വരം വന്നാൽ ഇവിടുത്തെ സ്വരം അങ്ങ് ലോപിക്കും, ഊ ലോപിക്കും. പിന്നെ ഇണ്ടായേ ചേർന്നാൽ ഇണ്ടേ. കണ്ടെടുത്തു. കണ്ടെടുത്തു ആദേശസന്ധി അല്ല, അതെന്താണ്? ലോപസന്ധിയാണ്. വന്നു അധികം എത്തി, ഊ ലോപിച്ചു, വന്നെത്തി. വാഴ അധികം ഇല, വാഴയില, യ ആഗമിച്ചു. പക്ഷേ വിൺതലം, വിണ്ടലം ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. സന്നിഗ്ധമാണ്, സന്നിഗ്ധമല്ല. അധപ്പതനം. അധപ്പതനം ഇങ്ങനെയും എഴുതാം. ഒരു ധായിട്ടിട്ട് വിസർഗ ചിഹ്നമിട്ടും അധപ്പതനം എന്ന് എഴുതാം. രണ്ടും ശരി. ഇതും ശരി, ഇതും ശരി തന്നെ. അധപ്പതനം. യാദൃച്ഛികം ഇങ്ങനെയല്ല, നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. യാദൃച്ഛികമാണ്, അച്ഛന്റെ ഇച്ഛയാണ് യാദൃച്ഛികത്തിന്. വൃശ്ചികം ഇങ്ങനെയും. വൃശ്ചികം ഇതാണ് ശരിയല്ലേ? യാദൃച്ഛികം. സന്നിഗ്ധമോ? സ നി ഗ ധം. സന്നിഗ്ധം. സന്നിഗ്ധം എന്ന് പറഞ്ഞാലേ സംശയം, എപ്പോഴും ഒരു ആശങ്ക, എപ്പോഴും ഒരു ഡൗട്ട്, അതിനെയാണ് എന്ത് പറയുന്നത്? സന്നിഗ്ധം. അതിന്റെ നേരെ വിപരീതം നമുക്ക് പറയാം അസന്നിഗ്ധം. എന്ത് പറയും? അസന്നിഗ്ധം. അസന്നിഗ്ധം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഡൗട്ട്, ഒരു സംശയമില്ല. തലമുടിക്ക് പര്യായമല്ലാത്തത്. കേശവും ചിഗുരവും വേണിയും തലമുടിയാണ്, വാണി തലമുടിയല്ല. വാണി എന്ന് പറഞ്ഞാൽ വാക്ക്. വാക്ക്. വാണി വാക്ക്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രയോഗം. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. യെസ്, നാട്ടിൻപുറങ്ങൾ പണ്ട് കാലത്ത് എന്ന് വേണ്ട. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് സമർത്ഥവുമല്ല. നാട്ടിൻപുറത്ത് പണ്ട് കാലത്ത് നന്മകൾ സമൃദ്ധമായി. നാട്ടിൻപുറങ്ങൾ പണ്ട് കാലത്ത് എന്നുള്ളത് തെറ്റാണ്. പഴയ കാലത്ത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് പണ്ട്. പിന്നൊരു പണ്ട് കാലത്തെന്ന് വേണ്ട. വിദുഷി, വിദ്വാൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഇതിലേതാണ്? അധ്യാപകർ, ആചാര്യന്മാർ, വൈദ്യറാണ്. വൈദ്യർ. വാഗതീതം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വാക് പ്ലസ് അതീതമാണ് വാഗതീതം. അങ്ങനെ 40 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് ഈ 40 ചോദ്യങ്ങൾ നന്നായിട്ടൊന്ന് ഹൃദയസ്ഥമാക്കി പരീക്ഷയ്ക്ക് പോകുക. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും സൈലം PSCയുടെ പേരിൽ, യൂട്യൂബ് ചാനലിന്റെ പേരിൽ എല്ലാവർക്കും ഒരു ആശംസകൾ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.